സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാമല്ലേ, SSC എക്കണോമിക്സിൽ നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് 5 ഇയർ പ്ലാൻ. പക്ഷെ നമ്മൾ ഓർക്കാൻ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതും 5 ഇയർ പ്ലാൻസിൽ തന്നെയാണ്. കാരണം ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, 12 പ്ലാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് 5 ഇയർ പ്ലാൻസിൻ്റെ പഠിക്കാനുള്ള ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കുറച്ച് വിശദീകരണവും നോക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷൻസും നോക്കാം. ഓക്കെ, ഇപ്പോൾ 5 ഇയർ പ്ലാൻ നമുക്കറിയാം. 5 ഇയർ പ്ലാൻ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് നമുക്കറിയാം അല്ലേ. 5 വർഷമാണ് ഓരോ പ്ലാനും കഴിഞ്ഞുള്ള ഒരു ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ നമ്മളതിനെ 5 ഇയർ പ്ലാൻ എന്ന് അതുകൊണ്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തത് വരുന്ന കാര്യമാണ് 5 ഇയർ പ്ലാൻ്റെ പർപ്പസ്. നമുക്കറിയാം അല്ലേ, എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് കൂടുതലും 5 ഇയർ പ്ലാൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടു ഗൈഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, നമ്മുടെ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അടുത്തത് ഇത് ഫോമുലേറ്റ് ചെയ്തത് ആരാണ്? ഫോമുലേറ്റ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷൻ. അതായത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്ലാനിംഗ് കമ്മീഷനാണ് അത് ഫോമുലേറ്റ് ചെയ്തത്. നമ്മൾ ഇന്ന് അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിനെന്ത് പറയും? നിതി ആയോഗ് എന്നാണ് പറയുന്നത്. ഇനി വരുന്നത് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് 5 ഇയർ പ്ലാൻസിൻ്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമായിരുന്നു എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച അല്ലേ. രണ്ടാമത്തെ കാര്യമാണ് മോഡേണൈസേഷൻ അല്ലേ. മോഡേണൈസേഷൻ, നമ്മുടെ ആധുനികവൽക്കരണമായിരുന്നു രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ വരുന്ന സെൽഫ് റിലയൻറ്റ് അല്ലേ. നമ്മളെ പല കൺട്രീസിനെയും പല രാജ്യങ്ങളെയൊക്കെ നമ്മൾ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് സ്വയം ആശ്രയം നമ്മുടെ ഇന്ത്യക്ക് കൈവരാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു 5 ഇയർ പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നത്. അടുത്ത വരുന്ന സോഷ്യൽ ജസ്റ്റിസ്. ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന സാമൂഹ്യ നീതി എല്ലാ മേഖലകളിലും എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത് 1951 മുതൽ 56 വരെ അല്ലേ. 1951 to 56 ആണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ഷോർട്ട് കീ ആണിത്. സിപ്പ് കോട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഇതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ എടുത്തിട്ട് ആ ലക്ഷ്യങ്ങളുടെ ഫസ്റ്റ് ലെറ്ററാണ് നമ്മളിവിടെ സിപ്പ് കോട്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ടാക്കി എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് എസ് എന്താണ്? സോഷ്യൽ സർവീസസ് ആയിരുന്നു ഇമ്പോർട്ടൻസ്. പിന്നെ ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു. പവർ, നമ്മുടെ ഇറിഗേഷൻ പ്രോജക്ട്സ്, അതായത് ഹിരാക്കുഡ് ഡാം, ബക്ര നൻഗൽ ഡാം ഒക്കെ വന്നത് ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ ഭാഗമായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി CO, അതെന്താണ്? കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതാണ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എയിം. പിന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം കൊണ്ടുണ്ട്, അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത്. നമ്മൾ ചില ലക്ഷ്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു എളുപ്പ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെയാണ് സിപ്പ് കോട്ട്. അടുത്തത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ. നമുക്കറിയാം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എവിടെ നിന്ന് നമ്മൾ നിർത്തിയോ അവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത്. എന്താണ്? 1956 മുതൽ 1961 വരെയാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ അതിനെ ചുരുക്കി നമുക്ക് മദ്രാസ് എന്ന് പറയാം. അതിൻ്റെ എയിംസ് എല്ലാം കൂടി ചുരുക്കി എന്തൊക്കെയാണ്? മഹാലനോബിസ് മോഡൽ. ഇതെന്ത് മോഡലാണ് ഫോളോ ചെയ്യുന്നത്? മഹാലനോബിസ് മോഡലായിരുന്നു ഫോളോ ചെയ്തത്. മഹാലനോബിസ് ആരായിരുന്നു? ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്. അദ്ദേഹമാണ് ഈ ഒരു പ്ലാൻ്റെ രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മോഡലാണ് ഫോളോ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. ഇനി ഡി വരുന്നത് എന്താണ്? ദുർഗാപൂർ സ്റ്റീൽ കമ്പനി ആൻഡ് റൂർക്കല സ്റ്റീൽ കമ്പനി. എന്താ? 2 സ്റ്റീൽ പ്ലാന്റ്സ് ഈ സമയത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? എന്താണ്? ദുർഗാപൂർ സ്റ്റീൽ കമ്പനി ആൻഡ് റൂർക്കേല സ്റ്റീൽ കമ്പനി. ഇനി വരുന്നത് അഗ്രികൾച്ചറിന് നമ്മൾ ഈ ഒരു പ്ലാനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. ആ സമയത്ത് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ആയിരുന്നു. ഗവൺമെൻറ് ഇൻ്റർവെൻസ് കുറച്ച് കൂടുതലായിരുന്നു ആ സമയത്ത്. അടുത്തത് വരുന്നത് തേർഡ് 5 ഇയർ പ്ലാൻ. തേർഡ് 5 ഇയർ പ്ലാൻ എന്തൊക്കെയാണ്? നമ്മൾ മെയിൻ വരുന്നത് വർഷം എത്രയാണ്? നമ്മൾ എവിടെ നിന്നാണോ സെക്കൻഡ് ഇയർ പ്ലാൻ നമ്മൾ എൻഡ് ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ
തേർഡ് 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത്. എന്താണ്? 1961 മുതൽ 1966 വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്താണ്? നമുക്കതിന് സാഡ് എന്ന് നമുക്ക് ഒരു ഷോർട്ടാക്കി പറയാം. എന്താണ്? എസ് ഫോർ സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സ്വയം ആശ്രയം നമുക്ക് കൈവരിക എന്നുള്ളത്. എ ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആൻഡ് ഡി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും ഈ ഒരു 5 ഇയർ പ്ലാൻ്റെ ഫോക്കസ് ആയിരുന്നു. ഇനി നമുക്കറിയാം തേർഡ് 5 ഇയർ പ്ലാൻ വളരെ നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു സക്സസ് ഒന്നും തന്നെ ആയില്ല. നമുക്ക് ഫെയിലിയർ ആയിരുന്നു. നമ്മൾ ടാർഗറ്റ് റേറ്റ് വെച്ചതൊന്നും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, അതിൻ്റെ കൂടെ ആ സമയത്താണ് നമ്മൾ ഇൻഡോ പാകിസ്ഥാൻ വാർ, ഇൻഡോ ചൈന വാറൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയൊരു പ്ലാനിലേക്ക് പോകാനുള്ളൊരു അവസ്ഥ നമുക്ക് നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഫോർ എ ബ്രേക്ക് നമ്മളൊരു പുതിയ പ്ലാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് സെഷനിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? എന്താണ് നമ്മൾ പറയുന്ന പേര്? 3 ആനുവൽ, അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? പ്ലാൻ ഹോളിഡേ എന്ന് പറയും. എന്താണ് 3 ആനുവൽ ആൻഡ് പ്ലാൻ ഹോളിഡേ? 3 വർഷമാണ് ഇതിൻ്റെ ഒരു ആ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാണ്? 1966 മുതൽ 1969 വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഇൻഡോ ചൈന വാർ, ഇൻഡോ പാകിസ്ഥാൻ വാർ, ഒപ്പം എന്താണ്? തേർഡ് പ്ലാൻ്റെ ഫെയിലിയർ. ഈ 3 കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ഇതിൽ നിന്നും എടുക്കേണ്ടി വന്നു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ 4th വൺ വരും. ഫോർത്ത് 5 ഇയർ പ്ലാൻ. ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്നാണ് തുടങ്ങിയത്? അതായത് പ്ലാൻ ഹോളിഡേ എവിടെ നിന്നാണോ എൻഡ് ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ ഫോർത്ത് 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത്. എവിടെയാണ്? 1969 മുതൽ 1974. ആ പ്ലാൻ ഹോളിഡേ എടുത്തു. നമ്മൾ നന്നായിട്ട് ഒന്ന് ആലോചിച്ച് ഒരു പുതിയൊരു ഫ്രഷ് പ്ലാൻ കൊണ്ടുവന്നു. ആ ഫ്രഷ് പ്ലാനിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? GNP ആണ്. നമുക്കതിനെ ഷോർട്ടാക്കി പറയാം. എന്താണ്? ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. നമുക്ക് എപ്പോഴും വളർച്ച എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കണം, അല്ലേ? നമ്മൾ ഒരിക്കലും അത് നിന്ന് പോകുന്നതായിരുന്നു. നമുക്ക് സ്ഥിരമായിട്ട് വേണം വളർച്ച. അപ്പോൾ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആയിരുന്നു ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? നാഷണലൈസേഷൻ ഓഫ് 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ്. 14 ഇന്ത്യൻ ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത് ആ ഒരു കാലഘട്ടത്തിലാണ്. പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ്. അതായത് നമ്മൾ സ്വയം ആശ്രയം നന്നായിട്ട് അതിൽ നേട്ടം കൈവരിക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു എയിം എന്ന് പറയുന്നത്. അത് 3ഉം കൂടി ചേർത്ത് നമുക്ക് GNP എന്ന ഫോർത്ത് 5 ഇയർ പ്ലാനിനെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം. അടുത്തത് 5th 5 ഇയർ പ്ലാൻ. 5th 5 ഇയർ പ്ലാൻ എന്തൊക്കെയാണ്? 1974 തുടങ്ങി 79 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്? PMST എന്ന് നമുക്കതിനെ ഷോർട്ടാക്കി നമ്മൾ ഇതിൻ്റെയുള്ള കാര്യങ്ങൾ ഷോർട്ടാക്കി നമുക്ക് പറയാം. എന്നൊക്കെയാണ്? P ഫോർ പോവേർട്ടി ഇറാഡിക്കേഷൻ. മെയിനായിട്ടുള്ള എയിമായിരുന്നു പോവേർട്ടി ഇറാഡിക്കേഷൻ. ദാരിദ്ര്യം നമ്മൾ തുടച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. M ഫോർ മിനിമം നീഡ് പ്രോഗ്രാം. അതായത് നമുക്ക് മിനിമം ബേസിക് നീഡ്സ്, അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ മിനിമം നീഡ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വരുന്ന സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് എന്താണ്? സ്വയാശ്രയം. നമുക്ക് തേർഡ് 5 ഇയർ പ്ലാൻ മുതലേ സെൽഫ് റിലയൻസ് എന്നുള്ളൊരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് റിലയൻസ് വീണ്ടും ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന 20 പോയിൻറ്റ് പ്രോഗ്രാം. എന്താണ് 20 പോയിൻറ്റ് പ്രോഗ്രാം? അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു 20 പോയിൻറ്റ് പ്രോഗ്രാം നമ്മളെ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു 5 ഇയർ പ്ലാൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തത്. എന്താണ്? കുറച്ച് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊണ്ടുവന്നത്. പല മേഖലകളിലും പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ 20 പോയിൻറ്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 5 5 ഇയർ പ്ലാൻസിൻ്റെയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഷോർട്ട് കീസ് വെച്ച് വേഗം തന്നെ പഠിച്ചെടുക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.